ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. അപ്പം ഇന്ന് ചെയ്യാൻ വേണ്ടി പോകുന്ന ഒരു 8 വയസ്സ് വരുന്ന കുട്ടിക്ക് വേണ്ട ഒരു ക്രോപ്പ് ടോപ്പാണ് കേട്ടോ. ഞാനപ്പോൾ എൻ്റെ കയ്യിൽ ട്രെൻഡിങ് ആയിട്ട് വരുന്ന ഒരു മോഡൽ ബ്ലൗസ് ഉണ്ട്. അപ്പം അതിൻ്റെ കമൻറ്റിൽ ഒരു 7 to 8 ഇയേഴ്സിൻ്റെ കാണിക്കാൻ പോകുന്നോട്ട് വന്നു. അപ്പോൾ ഞാൻ എനിക്ക് എന്തായാലും 8 വയസ്സിൻ്റെ ഒരു കുട്ടിയുടെ ചെയ്യാൻ കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് വീഡിയോ ആയിട്ട് എടുക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ ഇതാണ് മെറ്റീരിയൽ വരുന്നത്. 1/2 മീറ്റർ മതിയാവും. നല്ല തടിയുള്ള കുട്ടികളാണ് നമുക്കൊരു 3/4 മീറ്റർ ഒക്കെ എടുക്കാം. സ്ലിം ആണെങ്കിൽ 1/2 മീറ്റർ മതിയാവും കേട്ടോ. ലൈനിങ്ങും അതുപോലെ 1/2 മീറ്റർ. ഇപ്പം ഞാൻ 2 ആൾക്ക് വേണം, ഏച്ചിക്കും അതിനത്തേക്കും വേണം. അപ്പോൾ കുറച്ചധികം ലൈനിങ് കാണുന്നുണ്ട് കേട്ടോ. അതുകൊണ്ടാണ് 2 പേർക്ക് ഉള്ളത് കൊണ്ടാണ് കേട്ടോ. അപ്പം നമുക്ക് നേരെ കട്ടിങ്ങിലേക്ക് കിടക്കാം കേട്ടോ. അപ്പം ആദ്യം തന്നെ മുകളിൽ ഇതാ സ്ട്രെയിറ്റ് ആയിട്ട് ഒരു ലൈൻ വരച്ചിട്ടുണ്ട്. ഇത് നമുക്ക് ഷോൾഡർ മാർക്ക് ചെയ്യാം കേട്ടോ. ഷോൾഡർ ഞാൻ എന്താ ഇവിടുന്ന് ഇങ്ങോട്ടേക്കും ഒരു 4.5 ഇഞ്ച് എടുക്കുന്നുണ്ട് കേട്ടോ. 4.5 മതിയാവും. 4.5 എടുത്തു കുറച്ച് താഴത്തേക്ക് ഇതുപോലെ 4.5 കൊടുത്തിട്ട് ഇവിടെ വെച്ചിട്ട് ആം ഹോൾ എടുക്കുന്നത് 5 ഇഞ്ചാണ് കേട്ടോ. ഇതുപോലെ ഇങ്ങനെ സ്ട്രെയിറ്റ് ലൈൻ ഇതുപോലെ ഇങ്ങോട്ടേക്ക് കൊടുക്കാം. ബ്ലൗസിന്റെ ലെങ്ത് നോക്കാം. ബ്ലൗസിന്റെ ലെങ്ത് 14 ഇഞ്ചാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ അതിന് 1 ഇഞ്ചും കൂടി കൂട്ടിയിട്ട് 15 ഇഞ്ചിലാണ് നമ്മൾ ബ്ലൗസിന്റെ ലെങ്ത് എടുക്കുന്നത്. അത് തന്നെ കുറച്ച് ഇപ്പുറത്തേക്ക് മാർക്ക് ചെയ്തിട്ട് താഴത്ത് നമുക്ക് ഒരു സ്ട്രെയിറ്റ് ലൈൻ വരച്ചു കൊടുക്കാം കേട്ടോ. ഇതുപോലെ വെച്ചിട്ട് ഒരു സ്ട്രെയിറ്റ് ലൈൻ ഇതുപോലെ വരച്ചു കൊടുക്കാം. ഇനി ചെസ്റ്റ് അളവ് മാർക്ക് ചെയ്യാം. ചെസ്റ്റ് അളവ് വരുന്നത് 24 കേട്ടോ. അപ്പോൾ 24നെ 4 കൊണ്ട് ഹരിക്കുന്ന സമയത്ത് 6 ഇഞ്ചാണ് കിട്ടുന്നത്. 6 ഇഞ്ച് പ്ലസ് 1.5 ഇഞ്ച് തയ്യൽ തുമ്പും കൂടി കൊടുക്കുന്നുണ്ട്. വേസ്റ്റ് അളവ് എടുക്കുന്നത് 5.5 ഇഞ്ചാണ് കേട്ടോ. 22 വേസ്റ്റ് അളവ് വരുന്നത്. അപ്പോൾ 5.5 പ്ലസ് ഒരു 1.5 ഇഞ്ച് തയ്യൽ തുമ്പും കൂടി കൊടുക്കുന്നുണ്ട്. നമുക്കിതൊന്ന് സ്ട്രെയിറ്റ് ലൈൻ വരച്ചു കൊടുക്കാം കേട്ടോ. ജസ്റ്റ് ദാംഹോളെ ജസ്റ്റ് ഇങ്ങനെ കൊടുത്തിട്ടുണ്ട് മനസ്സിലാവാൻ വേണ്ടിയിട്ട് ഇതുപോലെ ഇങ്ങനെ വരച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. നമുക്ക് കഴുത്തിൻ്റെ അകലം നോക്കാം. കഴുത്തിൻ്റെ അകലം ഞാൻ ഏകദേശം 2.25 എടുക്കുന്നുണ്ട്. 2.5 എടുത്താലും പ്രശ്നമില്ല. ഞാൻ 2.5 കൊടുക്കാം കേട്ടോ. 2.5 എടുക്കുന്നുണ്ട്. കഴുത്തിൻ്റെ ഇറക്കം നമുക്ക് 1 ഇഞ്ച് മതി. 1 ഇഞ്ച് മതി കേട്ടോ. ഇതുപോലെ 1 ഇഞ്ച് കഴുത്തിൻ്റെ ഇറക്കം ഇതുപോലെ ബോക്സ് ആക്കിയിട്ട് വരച്ചിട്ട് ഇതുപോലെ റൗണ്ട് ഷേപ്പ് ഇതിൻ്റെ ഉള്ളിൽ വരച്ചു കൊടുക്കാം കേട്ടോ. ഷേപ്പ് ഇതുപോലെ ഇങ്ങനെ വരച്ചെടുത്തും അതിനുശേഷം നമ്മുടെ ഈ ഒരു പോയിന്റിൽ നിന്ന് നമുക്കിതുപോലെ നമ്മുടെ ആം ഹോളിലേക്ക് ഇങ്ങനെ കൊടുക്കാം കേട്ടോ. ഈ ഒരു ഇവിടത്തേക്ക് വേണം കൊടുക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇങ്ങനെ കൊടുത്തു. നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ബാക്ക് പീസ് അല്ല, നമ്മളിപ്പോൾ ഫ്രണ്ടിലേക്ക് വേണ്ടിയിട്ടുള്ള മാത്രമാണ് കേട്ടോ മടക്കി വെച്ചിട്ടുള്ളത്. ബാക്ക് പീസ് നമ്മൾ കട്ട് ചെയ്യുന്ന ഫ്രണ്ട് കട്ട് ചെയ്തതിന് ശേഷമാണ്. കാരണം നമുക്ക് ബാക്കിലേക്ക് കുറച്ച് ഒരു 1/2 ഇഞ്ചും കൂടി എക്സ്ട്രാ ഒരു മെറ്റീരിയൽ വേണം. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഇതുപോലെ ചെയ്തിട്ടുള്ളത് കേട്ടോ. ബാക്കിയൊക്കെ നമുക്കിത് ഇതേ അളവിലൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഇതിലൊക്കെ ഉണ്ടോ തുണി ഒരു 1/2 ഇഞ്ച് ഡിഫറൻസിൽ വെച്ചു ബാക്ക് പീസ്. എന്നിട്ട് നമുക്ക് ഇതേ ഷേപ്പിലൊന്ന് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. ഇതുപോലെ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ടെങ്കിൽ നമുക്കിത് ഈ ഒരു പീസ് മാറ്റി കൊടുക്കാം. ഈ ഒരു പീസ് മാറ്റി കൊടുത്തതിന് ശേഷം നമുക്കിത് ഇവിടുന്ന് നമുക്ക് ചെറിയൊരു ഷേപ്പ് കൊടുക്കാം. റൗണ്ട് ഷേപ്പ് ഇതുപോലെ ചെറിയൊരു ഷേപ്പ് ഇതുപോലെ ഇങ്ങനെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ആ ഷേപ്പ് നമുക്ക് ഇതിലേക്ക് കട്ട് ചെയ്തതിന് ശേഷം താഴ്വശം നമുക്ക് ഓപ്പൺ ചെയ്ത് കൊടുക്കണം കേട്ടോ. നമുക്ക് ബട്ടൺസ് വരുന്നത് ബാക്ക് വശത്താണല്ലോ. അപ്പോൾ ഈ ഷേപ്പിൽ ജസ്റ്റ് ഒന്നിങ്ങനെ കട്ട് ചെയ്തെടുക്കുക. എന്നിട്ട് നമ്മുടെ ബാക്ക് പീസ് ഇല്ലേ, ബാക്ക് പീസ് നമുക്ക് താഴത്തോളം ഇതേ കണക്ക് ഓപ്പൺ ചെയ്തെടുക്കാം. അപ്പോൾ ഇതേപോലെ നമ്മുടെ മെയിൻ ഫാബ്രിക് ഒന്ന് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. നമ്മൾ ആദ്യം ചെയ്യേണ്ടത് നമ്മുടെ ഫ്രണ്ട് പീസ് എടുക്കുന്നുണ്ട് കേട്ടോ. ഫ്രണ്ട് പീസിൻ്റെ മെയിൻ ഫാബ്രിക് ഇതുപോലെ ഇങ്ങനെ വെക്കാം. അത് കറക്റ്റായിട്ടല്ല കേട്ടോ. ഫ്രണ്ട് പീസ് കട്ട് ചെയ്ത് കുറച്ചധികം സ്ട്രെയിറ്റ് ആയിട്ട് ഇങ്ങനെ കട്ട് ചെയ്ത് സ്ക്വയർ ടൈപ്പിൽ കട്ട് ചെയ്തെടുത്തതാണ് കേട്ടോ. പിന്നെ നമുക്ക് സൈഡും കാര്യങ്ങളൊക്കെ അടിച്ചതിന് ശേഷം കട്ട് ചെയ്യാമല്ലോ വിചാരിച്ചിട്ട് ആംപോളൊന്നും കട്ട് ചെയ്തെടുത്തിട്ടില്ല. ഇതുപോലെയാണ് കട്ട് ചെയ്തെടുത്ത്. നമുക്കിത് ഇതുപോലെ ലൈനിങ് പീസ് ഇതിൻ്റെ മുകളിൽ വെച്ചിട്ട് നമ്മൾ ആദ്യം നമ്മുടെ ആംപോൾ ഇവിടം വരെ അടിച്ച് വരാം. ഇവിടം വരെ അടിച്ചു വന്നതിന് ശേഷം ഈ ഒരു സൈഡത്തെ ആംപോൾ അതുപോലെ ഇവിടെ എത്ര വരെ അടിച്ചു തരാം. ബാലൻസുള്ള ഈ ഒരു മെറ്റീരിയൽ ഇത് ഇവിടെ നെക്കിൻ്റെ അടുത്ത് കുറച്ച് വരും. ഈ ഒരു ആംപോൾ അതൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കളയാം. അതുപോലെ തന്നെയാണ് നമ്മുടെ ബാക്ക് പീസും ചെയ്തെടുക്കുന്നത്. ബാക്ക് പീസ് ഇപ്പം ഇതുപോലെ എടുത്തിട്ടുണ്ട്. നമ്മുടെ ലൈനിങ് ഇതുപോലെ ഇങ്ങനെ വെച്ച് കൊടുക്കുന്നുണ്ട്. നമ്മുടെ ഈ ആംഹോൾ ഇങ്ങനെ അടിച്ചു വരാം. നെക്ക് അതുപോലെ ഈ ഒരു ഷേപ്പിലേ കൂടി ഇങ്ങനെ അടിച്ചു വരാം. ബാലൻസിൽ ഈ ഒരു മെറ്റീരിയൽ ഇവിടെയൊക്കെ ബാലൻസ് ഉണ്ടാവും. അതൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കളയാം കേട്ടോ. ഇതുപോലെ പിന്നെ ലൈനിങ് നല്ല തുണി വെച്ച് ഒരുമിച്ച് ഫുള്ളായിട്ടൊന്ന് അടിച്ചെടുത്ത് നമുക്ക് നെക്ക് നോക്കാം കേട്ടോ. നെക്ക് ഇതാ ഇവിടുന്ന് ഇങ്ങനെ ടാപ്പ് ഇങ്ങനെ വെച്ച് നോക്കുന്ന സമയത്ത് നമുക്ക് ഏകദേശം 5 ഇഞ്ചോളം കിട്ടുന്നത്. അപ്പം 5 ബാക്കിലേക്ക് അത് കണക്കാൻ 5 വരും കേട്ടോ. അപ്പോൾ 5 5 10 വരും. പിന്നെ ഇവിടെ 1 ഇഞ്ച് ഗ്യാപ്പിലാണ് നമ്മളത് കൊടുക്കുന്നത്. അപ്പം 10 11
12. പിന്നെ ബാക്കിൽ ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ബാക്കിൽ ഈ ഒരു പീസുമായിട്ട് ഇങ്ങനെ ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു അരയിഞ്ച് രണ്ട് സൈഡിലേക്ക് അരയിഞ്ച് വേണം. അങ്ങനെ 13 ഇഞ്ചിലുള്ള പീസാണ് നമ്മൾ നെക്കിന് വേണ്ടി കട്ട് ചെയ്തെടുക്കുന്നത്. ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. 13 ഇഞ്ച് നീളത്തിലും ഇതാ കാണിച്ചു തരാം. 13 ഇഞ്ച് നീളത്തിലുള്ള പീസ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതിന്റെ വീതി എന്ന് പറയുന്നത് ഏകദേശം 3 ഇഞ്ചോളം ഉണ്ട്. 1 ഇഞ്ച് വീതിക്കാണ് നമ്മൾ ഒരു ഇതെടുക്കുന്നത്. അപ്പൊ അതിന്റെ ഡബിൾ പറയുമ്പോൾ 2 ഇഞ്ച്, അരയിഞ്ച് ഒരു സൈഡിലും അരയിഞ്ച് ഒരു സൈഡിലും തയ്യെത്തുമ്പോഴായിട്ട് 3 ഇഞ്ച് വരുന്നുണ്ട്. ആദ്യം നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇതിന്റെ ഒരറ്റം ഇഞ്ചിൽ നമ്മ ഒന്ന് മടക്കിയിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം കേട്ടോ. ഇത് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ട് ഇഞ്ച് ഇട്ടിട്ട് സ്റ്റിച്ച് ചെയ്തെടുത്തു. എന്താ ഇതുപോലെ നല്ല ഭാഗം ഇതുപോലെ ഇങ്ങനെ എടുക്കാം കേട്ടോ. ഇതുപോലെ ഒരു ഇഞ്ച് വിട്ടിട്ട് വേണം മടക്കി കൊടുക്കാൻ. ഇഞ്ച് തയ്യൽ തുമ്പാണ്. ഇതുപോലെ ഇങ്ങനെ വെച്ചതിന് ശേഷം നമുക്ക് ചെറിയൊരു ഷേപ്പ് കൊടുക്കാം. ഇതുപോലെ വന്നിട്ട് ഈ സൈഡെത്തുമ്പോൾ ചെറിയൊരു കോളറിന്റെ റൗണ്ട് കണക്ക് വരില്ലേ, ചെറിയൊരു ഷേപ്പ്. അതുപോലെ തന്നെ നമുക്ക് ഓപ്പോസിറ്റ് സൈഡും വരച്ചെടുക്കാം. ഇങ്ങനെ സ്ട്രെയിറ്റ് വന്നതിന് ശേഷം ഇവിടെ എത്തുമ്പോൾ ചെറിയൊരു ഈ ഒരു സൈഡിലേക്ക് ചെറിയൊരു ഷേപ്പ് കൊടുക്കാം. നമുക്ക് ഇതൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അതുപോലെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കത് ഇതുപോലെ നല്ല വശത്തേക്ക് എടുക്കാം. ഇതുപോലെ ഇങ്ങനെ തിരിച്ചു കൊടുക്കാം. അതുപോലെ ഈ ഒരു സൈഡ് ഇതുപോലെ ഇങ്ങനെ ജസ്റ്റ് തിരിച്ചു കൊടുക്കാം കേട്ടോ. അതുപോലെ കിട്ടിയിട്ടുണ്ട്. കറക്റ്റ് ആ ഒരു പോയിന്റ് ഒക്കെ കറക്റ്റ് ആക്കി വെക്കാം. അതിനുശേഷം നമുക്ക് ഇതുപോലെ രണ്ടായിട്ട് കറക്റ്റ് സെന്ററിലേക്ക് കൂടി ഇതുപോലെ ഇങ്ങനെ പിടിച്ചിട്ട് ഇവിടെ സെന്ററിൽ ചെറിയൊരു നോച്ചിട്ട് കൊടുക്കാം. അതേപോലെ തന്നെ നമ്മുടെ ഫ്രണ്ട് പോർഷനില്ലേ, ഫ്രണ്ട് പോർഷന്റെ ഇത് കറക്റ്റ് ആക്കി ഇതുപോലെ ഇങ്ങനെ പിടിച്ചതിന് ശേഷം ആ ഒരു സെന്ററും ഇതുപോലെ പിടിച്ചിട്ട് ആ ഒരു സെന്ററും ചെറിയൊരു നോച്ചിട്ട് കൊടുക്കാം. ഈ ഒരു സെന്ററിൽ വെച്ചിട്ടാണ് സ്റ്റിച്ച് ചെയ്യുന്നത്. ബാക്ക് സൈഡ് ലൈനിങ് പീസിൽ വെച്ചിട്ടാണ് സ്റ്റിച്ച് ചെയ്യുന്നത്. സെന്റർ ടു സെന്റർ ഇതുപോലെ വെച്ചിട്ട് നമുക്കിത് ഇവിടുന്ന് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുക്കാം കേട്ടോ. ഫുള്ളായിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തു. നമുക്കിതാ ഇതുപോലെ ഇങ്ങനെ എടുക്കാം കേട്ടോ. നല്ല വശത്തേക്ക് ഇതാ ഇങ്ങനെയാണ് ബാക്കില്. നമുക്ക് ബാക്ക് പീസും കൂടി സെറ്റ് ചെയ്ത് എടുക്കാം. ബാക്ക് പീസ് ഇപ്പൊ ഞാൻ ഇവിടെ വെച്ച് കൊടുക്കുന്നുണ്ട്. നമുക്കത് ഇതുപോലെയാണ് വരുന്നത് കേട്ടോ. അപ്പൊ ഇതുപോലെ ഇങ്ങനെ വരുന്ന സമയത്ത് ഇതൊക്കെ കറക്റ്റ് ബാലൻസ് ഉള്ളതൊക്കെ കട്ട് ചെയ്ത് കളയാം കേട്ടോ. ഇതുപോലെ ഇങ്ങനെയല്ല വരേണ്ടത്. ഇങ്ങനെ വരണമെങ്കിൽ ഇത് ഇങ്ങനെ പിടിക്കണം. ഇങ്ങനെയല്ല വരണ്ടേ. അപ്പൊ ഇത് ഇങ്ങനെ പിടിക്കണം. ഇങ്ങനെ പിടിച്ചിട്ട് ഇവിടെ ഇത് വെച്ചിട്ട് നമുക്ക് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുക്കാം. അതേപോലെ നമുക്കിത് ഇങ്ങനെ വരേണ്ടതല്ലേ. അപ്പൊ നേരെ ഇങ്ങനെ പിടിക്കാം. ഇങ്ങനെ പിടിച്ചിട്ട് ഈ ഒരു പീസ് ഇവിടെ വെച്ചിട്ടും സ്റ്റിച്ച് ചെയ്തെടുക്കാം കേട്ടോ. ഇതുപോലെ ഇങ്ങനെ പിടിച്ച് സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് നമ്മുടെ ഈ തുച്ചൊക്കെ ഇതിന്റെ ഉള്ളിലേക്ക് ആക്കിയിട്ട് ഇതുപോലെ വെച്ചിട്ട് ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം കേട്ടോ. ഇതുപോലെ ഇങ്ങനെ വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അപ്പൊ ഇതുപോലെ വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. നമ്മൾ ആദ്യം സ്റ്റിച്ച് ചെയ്തൊക്കെ നമുക്ക് പൊട്ടിച്ച് കളയാനുള്ളതാണ് കേട്ടോ. ഇനി നമുക്ക് ബാക്കില് നമ്മുടെ കുടുക്കും കണ്ണിയും വെച്ച് കൊടുക്കാം. കണ്ണിക്ക് വേണ്ടിയിട്ട് ഞാൻ 3 ഇഞ്ച് വീതിക്കുള്ള പീസസ് മെറ്റീരിയൽ തന്നെയാണ് കേട്ടോ കട്ട് ചെയ്ത് എടുത്തിട്ടുള്ളത്. നമ്മുടെ ഈ ഒരു കണ്ണി വെക്കുന്ന വശത്ത് ഇതുപോലെ വെക്കാം. ലൈനിങ് വശത്താണ് കേട്ടോ വെച്ച് കൊടുക്കുന്നത്. അതായത് ഇതുപോലെ വെച്ചതിന് ശേഷം കുറച്ച് മെറ്റീരിയൽ ഇങ്ങനെ മടക്കി കൊടുത്തിട്ട് സ്റ്റിച്ച് ചെയ്യുക. ഒന്ന് പ്രസ് സ്റ്റിച്ചും കൂടി ഇട്ട് കൊടുക്കാം. ശേഷം നമ്മുടെ ഇവിടുന്ന് അടിച്ചതിന് ശേഷം നമ്മൾ നല്ല വശത്തേക്ക് എടുക്കാം. എന്നിട്ട് നമുക്കൊരു 1/4 ഇഞ്ച് ഇതുപോലെ മടക്കി കൊടുക്കുക. രണ്ടാമത്തെ മടക്ക് ഇതുപോലെ ഇങ്ങോട്ടേക്ക് വെക്കണം. കുറച്ച് മെറ്റീരിയൽ പുറത്തേക്ക് നിൽക്കുന്ന രീതിക്ക് വേണം നമ്മൾ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. വെക്കുന്നത് കണക്കെ 2 ഇഞ്ച് വീതിയുള്ള പീസാണ് കട്ട് ചെയ്ത് എടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പൊ ഇത് നല്ല വശത്ത് വെച്ചിട്ട് ഇങ്ങനെ കുറച്ച് മടക്കിയിട്ട് സ്റ്റിച്ച് ചെയ്തു, പ്രസ് സ്റ്റിച്ച് ചെയ്തു. നമ്മുടെ ലൈനിങ് വശത്തേക്ക് ഇതുപോലെ എടുത്തതിന് ശേഷം ആദ്യം ഒരു മടക്ക് ഇതുപോലെ ഇങ്ങനെ മടക്കുക. രണ്ടാമത്തെ മടക്ക് ഫുള്ളായിട്ട് ഉള്ളിലോട്ടേക്ക് വരുന്ന രീതിക്ക് മടക്കിയിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ശേഷം 1.5 ഇഞ്ച് വീതിക്കുള്ള പീസ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നമ്മൾ താഴത്ത് വെച്ച് അടിച്ചതിന് ശേഷം പ്രസ് സ്റ്റിച്ച് കൊടുക്കുക. ഓപ്പോസിറ്റ് വശത്തേക്ക് 2 മടക്കി അടിക്കുക കേട്ടോ. അതിനുശേഷം സൈഡും കൂടി ജോയിൻ ചെയ്ത് എടുത്താൽ മതി കേട്ടോ. ഇതാണ് കേട്ടോ നമ്മുടെ ഡ്രസ്സിന്റെ ഫൈനൽ ലുക്ക്. ഞാൻ താഴ്വശമൊക്കെ അടിച്ചെടുത്തിട്ടുണ്ട്. ഇത്രയും ലെങ്ത് ആവശ്യമില്ല കേട്ടോ. 14 കുറച്ച് അധികമാണ്. പിന്നെ അവരളവ് ഞാൻ പറഞ്ഞ അവരയച്ചുകൊണ്ടാണ് എനിക്ക് ഈ ഒരു അളവിൽ ചെയ്യേണ്ടി വന്നത്. അപ്പോൾ മനസ്സിലായിട്ടുണ്ടാന്ന് വിചാരിക്കുന്നുണ്ട്. പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. ബൈ ബൈ.